നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടതാണ് എറണാകുളം മെട്രോ പാലത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ജീവിതം വഴിമുട്ടി ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. കാരണം ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുമ്പോൾ തെറ്റുകൾ ചെയ്യാത്തവർ ആരുമായിട്ട് ഇന്ന് ഈ ലോകത്തില്ല. തെറ്റുകൾ ക്ഷമിക്കാനും പഠിക്കാൻ എല്ലാവർക്കും അത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ക്ഷമിക്കാൻ ഒരാളുകൾക്കും സമയവുമില്ല, അതിന് ശ്രമിക്കുന്നുമില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരുപാട് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ കൊണ്ട് ആണുങ്ങളെ വലവീശി പിടിക്കാൻ കഴിയും. പക്ഷേ ഒരാണിന് പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് ജീവിതങ്ങൾ വഴിമുട്ടുകയാണ്. ഇതുപോലെ ആണുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും തെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന്. പക്ഷേ ക്ഷമിക്കാനുള്ള ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, അതാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് ആത്മഹത്യകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറുപ്പക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഭർത്താക്കന്മാരുടെ ക്രൂരത കാരണം ഒരുപാട് പെണ്ണുങ്ങൾ മരിക്കുന്നുണ്ട്. പക്ഷേ അത്തരം തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ ഒരുവിധം ആളുകളൊക്കെ ഇന്ന് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ആണുങ്ങളുടെ ഭാഗത്തുള്ള ശരികൾ ആരും ചിന്തിക്കുന്നില്ല, പെണ്ണുങ്ങളുടെ ഭാഗത്തുള്ള ശരി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരാണ് പറയുന്ന ഒരു സത്യം, ഒരാണ് എന്താണോ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും അത് കേട്ട് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇന്ന് ഒരാൾക്കും കഴിയുന്നില്ല. പക്ഷേ ഒരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമാണ് ഇന്ന് കഴിയുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾ ഇന്ന് മരിക്കാൻ ഇടയാവുന്നത്. കാരണം ഒരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്, ആണ് പറഞ്ഞാൽ അത് നുണയാണ് എന്നുള്ള ചിന്താഗതികൾ കാരണം ഒരാണിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഒരാളും ഇന്ന് ഈ ലോകത്ത് ഇല്ല. ഒരാണ് സത്യം പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആണുങ്ങൾ ഒരുപാട് ജീവനെടുക്കാൻ കാരണം. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്, കാരണം ഒരു പെണ്ണിന് ഒരാണിനെ കിട്ടാൻ ഒരു പണിയുമില്ല. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പുരുഷന്മാരൊക്കെ മാനസികമായി തളർന്നിട്ടാണ് ഓരോ പുരുഷന്മാരും മരിക്കുന്നത്, ആത്മഹത്യ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വേണം.